യൂത്ത് ഫോർ ക്രൈസ്റ്റ്. യൂത്ത് ഫോർ ക്രൈസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നന്മയുള്ള യുവഹൃദയങ്ങളെ തേടിയുള്ള ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന ധാരാളം യുവജനങ്ങളെ നാം അടുത്തറിയാറുണ്ട്. എന്നാൽ സൗജന്യ വിദ്യാഭ്യാസത്തിലൂടെ ഒരു നാടിൻ്റെ മുഖമുദ്ര തന്നെ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം യുവജനങ്ങളെയാണ് നാം ഇന്ന് അടുത്തറിയാൻ പോകുന്നത്. ഒരു നാടിൻ്റെ സ്വത്തെന്ന് പറയുന്നത് വളർന്നുവരുന്ന യുവതലമുറയാണ്. നാടിൻ്റെ മുഖം മനോഹരമാക്കാനും വികൃതമാക്കാനും നാടിൻ്റെ ശക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുതുതലമുറയ്ക്ക് കഴിയും. ഈ പ്രോഗ്രാമിലൂടെ പ്രേക്ഷകർ അടുത്തറിയുന്നത് നാടിൻ്റെയും സമൂഹത്തിൻ്റെയും സഭയുടെയും നന്മയ്ക്കായി പരിശ്രമിക്കുന്ന യുവരത്നങ്ങളെയാണ്. ഈ കൂട്ടായ്മയെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ശ്രദ്ധ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തേക്ക് തിരിക്കാം. തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണറോള എന്ന ഗ്രാമത്തിലെ സഭയുടെയും നാടിൻ്റെയും നന്മയ്ക്കായി പരിശ്രമിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ പ്രാർത്ഥനയിലൂടെ ഊർജം നേടി സൗജന്യ വിദ്യാഭ്യാസത്തിലൂടെ വിവിധ കാരുണ്യ പ്രവൃത്തികളിലൂടെ നാടിൻ്റെ മുഖമാകാൻ പരിശ്രമിക്കുകയാണ് ഈ യുവാക്കൾ. യൂത്ത് ഫോർ ക്രൈസ്റ്റിലേക്ക് നന്മ നിറഞ്ഞ എൻ്റെ കൂട്ടുകാർക്ക് സ്വാഗതം. നാം ഒരുപാട് നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന, ഹൃദയത്തിൽ നന്മ മാത്രം സൂക്ഷിക്കുന്ന ഒരുപാട് യുവജനങ്ങളെ കാണാറുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് സൗജന്യ വിദ്യാഭ്യാസവുമായി മുന്നോട്ട് വരുന്നു. ഇതിൽ നിങ്ങൾക്കുണ്ടായ പ്രചോദനം എന്താണ്? സമൂഹത്തിലെ താഴേക്കിടയിലുള്ള വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസം കൈവരിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് നമ്മൾ ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഏകദേശം 15 വർഷക്കാലമായി നമ്മൾ ഈ സൗജന്യ SSLC ട്യൂഷൻ സെൻറ്റർ നടത്തി വരുന്നു. അതായത് ആദ്യം വളരെ കുറച്ച് കുട്ടികളോടെയാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ തന്നെ വളരെ സൗജന്യമായിട്ടായതുകൊണ്ടും ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതുകൊണ്ടും പിന്നീട് പാവപ്പെട്ട കുട്ടികൾ ഒരുപാട് വന്ന് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുകയും അങ്ങനെ ഇന്ന് ഏകദേശം 70ഓളം വിദ്യാർത്ഥികൾ സൗജന്യമായി നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിദ്യ അഭ്യസിച്ചു വരുന്നു. ഇതിൻ്റെ പിന്നിലെ നമ്മുടെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ, സമൂഹത്തിൽ വളരെ സമ്പന്നരായ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ സമ്പന്നരായവർ അവരുടെ മക്കളെ പ്രൈവറ്റ് ട്യൂഷൻസ് കൊടുത്തും അതുപോലെ തന്നെ ഹോം ട്യൂഷൻ കൊടുത്തും അവരെ വളരെ ഉന്നതിയിലേക്കെന്ന് ഉദ്ദേശിച്ചത് ഡോക്ടറായും എഞ്ചിനീയറുമായും വളർത്തി വരുന്നു. പക്ഷേ ഗ്രാമാന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ ഇന്നും അവർ വിദ്യാഭ്യസിക്കാനുള്ള കഴിവുണ്ടായിരുന്നിട്ടും അവർക്ക് ആ മേഖലകളിലൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാതെ വരും. കുറേ കുട്ടികൾ നമ്മളെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള കുട്ടികളെ, പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ദത്തെടുക്കുന്ന പോലെ നമ്മുടെ SSLC ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിച്ച് അവരെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ ഏറെക്കുറെ എന്നല്ല, നമ്മൾ 100% വിജയിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ വർഷക്കാലമായും അതിന് മുമ്പത്തെ വർഷവും എല്ലാം തന്നെ തുടർന്ന വർഷങ്ങളിലെല്ലാം 100% വിജയം കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു. ഇതേ ആശയം തന്നെ മുൻനിർത്തിക്കൊണ്ട് പിന്നീട് വരുന്ന ഈ യുവജനങ്ങൾ ഈ ആശയം അല്പോടെ ഒന്ന് വിപുലീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് +1 +2 വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സൗജന്യമായി അപ്പോൾ ഈ എൻട്രൻസ് പരീക്ഷയിൽ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് സൗജന്യമായി ലോങ് ടേം എൻട്രൻസ് കോഴ്സും അതുപോലെ എൻട്രൻസ് മെഡിക്കൽ ക്രാഷ് കോഴ്സും നമ്മൾ ആരംഭിക്കുകയും അതും വളരെ വിജയകരമായി 2 വർഷത്തോളമായി ഇങ്ങനെ നടന്നു വരികയാണ്. അതിൽ തന്നെ കഴിഞ്ഞ തവണ 78 കുട്ടികളാണ് നമ്മളിവിടെ നിന്ന് ക്രാഷ് കോഴ്സ് കഴിഞ്ഞത്. അതിൽ കുറേ പേർക്ക് തന്നെ നമ്മൾ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ ഗവൺമെൻറ് സീറ്റുകളിൽ കരസ്ഥമാക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മുടെ യുവജനങ്ങളുടെ ഒരു ശ്രമഫലമായിട്ടാണ് ഇതെല്ലാം സാധിക്കുന്നത്. കാരണം നമ്മുടെ പള്ളിയിൽ നിന്ന് അച്ഛന്മാരുടെ ഒരുപാട് പ്രചോദനമുണ്ട്, സിസ്റ്റേഴ്സിൻ്റെ പ്രചോദനമുണ്ട്. അവരുടെയൊക്കെ പ്രചോദനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ യുവജനങ്ങൾ സാധാരണയായി കണ്ടുവരുന്ന ഈ ചെറുപ്പകാലത്ത് കണ്ടുവരുന്ന ദുശീലങ്ങളും അതുപോലെ തന്നെ സിനിമ കാണുക, വെറുതെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്ന സമയം കളയുക, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവരവരുടെ വിലയേറിയ സമയം ഇങ്ങനെയുള്ള നന്മ പ്രവർത്തികൾ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിലേക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിലാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് സൗജന്യമായ PSC ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവധി ദിവസങ്ങളിൽ
2-3 മണിക്കൂർ നമ്മൾ സൗജന്യമായി പി എസ് സി പരിശീലനവും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ OMR ഷീറ്റ് വെരിഫിക്കേഷനും അതിൻ്റെ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ ഇപ്പോൾ നമ്മൾ സൗജന്യമായി PSC ക്ലാസ്സും നടന്നു വരുന്നുണ്ട്. അപ്പോൾ അഡ്രിനൽ ഗ്രന്ഥിക്ക് എത്ര ഭാഗങ്ങൾ? 2 ഭാഗങ്ങളാണ് ഉള്ളത് അല്ലേ? മെഡുല്ല പിന്നെ കോർട്ടെക്സ് എന്ന് പറയുന്ന 2 ഭാഗങ്ങളാണ് ഉള്ളത്. ജ്ഞാനം ദൈവത്തിൻ്റെ ദാനമാണ്. പുതുതലമുറയ്ക്ക് അറിവ് പകർന്നു നൽകേണ്ടത് നാടിൻ്റെ കടമയാണ്. അറിവ് നേടിയവരുടെ കർത്തവ്യമാണ്. ഈ തിരിച്ചറിവാണ് ഈ യുവശക്തിയെ സൗജന്യ വിദ്യാഭ്യാസം എന്ന ആശയത്തിലെത്തിച്ചത്. പണമുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കരുതെന്ന് അവർ തീരുമാനിച്ചു. The numbers is arranged in the rectangular shape. It means 4, 5, 3 and 2, 4, 6, 3, 2, 1. This type also of a matrix. We study that. Then different types of matrices. First of all, I discuss the main contents of that. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടാനുള്ള ട്രെയിനിങ് ക്ലാസ് വരെ ഇവിടെ നൽകുന്നു. ഒപ്പം വിവിധ കാരുണ്യ പ്രവൃത്തികളും. യുവാക്കളെന്ന് പറയുമ്പോൾ ഏതാണ്ട് 65ഓളം വരുന്ന യുവാക്കളാണ് ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവരുടെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ ആരാധനാപരമായ കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിലും അതിന് പുറമേ ആയിട്ട് സാമൂഹ്യപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ ഇവർ നൽകുന്ന സേവനം വളരെ സ്തുത്യർഹമാണ്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമപ്രദേശമാണെങ്കിലും ഇവിടെ നിന്ന് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള പല വ്യക്തികളും 15 വർഷം മുമ്പ് കുറേ യുവാക്കളുടെ പരിശ്രമ ഫലമായിട്ട് ഇവിടെ ഒരു ട്യൂഷൻ സെൻറ്റർ ആരംഭിക്കുകയുണ്ടായി. നിർധനരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് തുടങ്ങിയത്. നമ്മൾ പലപ്പോഴും ഒരു തെറ്റായ ഒരു ധാരണയുണ്ട്, ഇങ്ങനെയുള്ള പല സംഘടനകളും തുടങ്ങുമ്പോൾ അത് പള്ളിയിലുള്ള വ്യക്തികളെ മാത്രം ഉദ്ദേശിച്ചാണ്. എന്നാൽ അങ്ങനെ ഒരു രീതിയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ പഠിക്കുന്നതിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് 67 വിദ്യാർത്ഥികൾ. ഇതിൽ വെറും 10 വിദ്യാർത്ഥികൾ മാത്രമാണ് ഇടവകയിലുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഹിന്ദുക്കളും അല്ലെങ്കിൽ മറ്റ് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട വ്യക്തികളാണുള്ളത്. ഇവിടെ തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു സേവനമാണ് നമ്മൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ അവധിക്കാലത്ത് എൻട്രൻസ് ക്ലാസ്സുകൾ വയ്ക്കുന്നുണ്ട്. ഇതുപോലുള്ള പല പ്രവർത്തനങ്ങളുണ്ട്. കൂടാതെ നിർധനരെ സഹായിക്കുന്ന ഒരു കൂട്ടായ ഒരു പരിശ്രമം യുവാക്കളുടെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിലേക്ക് ഈ യുവാക്കൾ പോകുന്നുണ്ട്. ഈ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പോകുന്നതിൻ്റെ ഫലമായിട്ട് ഇടവകയുടെ ഏതാവശ്യത്തിനായിരുന്നാലും ഇപ്പോഴേ നമുക്ക് മുതിർന്നവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടുത്തെ യുവാക്കൾ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെയാണ് ഈ കാരുണ്യ പ്രവർത്തികൾക്ക് ഇവർ കരുത്തു നേടുന്നത്. നെല്ലിമൂട് കണ്ണറോള പരിശുദ്ധാത്മാ ദേവാലയത്തിൽ വൈദികരുടെ നേതൃത്വത്തിൽ ഇവർ ദിനംപ്രതി ഒരുമിച്ച് കൂടുന്നു. കൂടാതെ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ചകളിൽ മാതാവിൻ്റെ രൂപത്തിനു മുൻപിൽ ഇഷ്ടികപ്പുറത്ത് വിളക്കുകൾ തെളിയിച്ച് തെയ്സെ എന്ന പേരിൽ പ്രാർത്ഥനയിൽ മുടങ്ങാതെ പങ്കുകൊള്ളുന്നതും ഈ യുവാക്കളുടെ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നു. എൻട്രൻസും ഈ മറ്റ് കോഴ്സുകളെല്ലാം നിങ്ങൾ സൗജന്യമായാണോ പഠിപ്പിക്കുന്നത്? അതെങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു? നമ്മൾ തീർച്ചയായിട്ടും സൗജന്യമായിട്ട് തന്നെയാണത് പഠിപ്പിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സീനിയറായിരുന്ന ചേട്ടന്മാർ ചേച്ചിമാരുടെ അവരുടെ ഒരു ആശയമായിരുന്നത്
നമ്മുടെ പള്ളിയിൽ വരുന്ന പാവപ്പെട്ട പുറത്തു പോയി പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. അപ്പോൾ തന്നെ അത് അവർ ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. അത് അവരെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതും വിദ്യാഭ്യാസമുള്ള പുറത്ത് ട്യൂഷൻ ഫീൽഡിലും സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരെ തന്നെയാണ് സൗജന്യമായിട്ട് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിങ്ങനെ വിപുലീകരിച്ച് ഇപ്പോൾ ഏകദേശം 70ഓളം കുട്ടികൾ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. മറ്റ് ട്യൂഷൻ സെൻ്ററുകളിൽ നിന്ന പോലെ തന്നെ രാവിലെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അവധി ദിവസങ്ങളിൽ ഫുൾ ടൈമാണ് അവർക്ക് ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. ഞായറാഴ്ച ദിവസവും ക്ലാസ് ഉണ്ട്. ടെസ്റ്റ് പേപ്പറും ബാക്കി കാര്യങ്ങളും എല്ലാം ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് നടത്തുന്നത്. മറ്റൊരു ട്യൂഷൻ സെൻ്ററിൽ എങ്ങനെയാണോ ക്ലാസ് നടക്കുന്നത്, എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഒരുപടി മുന്നിലായിട്ട്. കാരണം നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഒത്തിരി ട്യൂഷൻ സെൻ്ററുകളുണ്ട്. എന്നിട്ടും നമുക്കിവിടെ ഇപ്പോൾ 70ഓളം പിള്ളേർ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നത്. പിന്നെ ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അധ്യാപകർ സൗജന്യമായിട്ടാണ് വന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് ഫീസ് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ അത് പോയിട്ട് പിന്നെ ബെഞ്ച്, ഡെസ്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ സംഘടനയിൽ തന്നെ നമ്മളെന്തെങ്കിലും നറുക്കെടുപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു തുച്ഛമായ പൈസ കൊണ്ടാണ് നമ്മളിത് ട്യൂഷൻ ക്ലാസ് നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ അതിലുപരി നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ട്യൂഷൻ സെൻ്ററിൽ പഠിച്ച അത് ഏകദേശം ഒരു 10-12 വർഷം മുന്നേ ഇവിടെ പഠിച്ച പിള്ളേർ തന്നെ ഇപ്പോൾ ഇന്ന് ഗവൺമെൻറ് ജോലിയിലിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ചെറിയ സംഭാവനകളൊക്കെ പ്രസ്ഥാനത്തിന് നമുക്കിതിന് വേണ്ടിയിട്ട് ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് ക്ലാസ്സിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് അവർ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ വിനിയോഗിച്ച് പോകുന്നുണ്ട്. അതേപോലെ തന്നെ എൻട്രൻസിൻ്റെ ഈ പറഞ്ഞ പോലെ കുറേ അധ്യാപകർ മറ്റ് സഫയറിലും അവിടെയൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ സൗജന്യമായിട്ട് വന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട്. അവരൊക്കെ നമ്മുടെ സൗജന്യമായിട്ടാണ് വന്ന് പഠിപ്പിക്കുന്നത്. ചിലർക്ക് മാത്രമേ ചെറിയൊരു ടി എ കൊടുക്കൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ചെറിയൊരു ഫണ്ട് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. നറുക്കെടുപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ലോട്ടറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു ഫണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിങ്ങനെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. നിങ്ങളുടെ ഇടവകയിലുള്ള കുട്ടികൾക്ക് മാത്രമാണോ ഈ സൗജന്യം ലഭിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്കും ഇത് ലഭിക്കാറുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങൾ കൂടുതലും പിള്ളേർ പഠിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 70ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ ഞങ്ങളുടെ ഇടവകയിലുള്ളത് ഒരു 6-7 കുട്ടികൾ മാത്രമാണ് ഞങ്ങളുടെ ഇടവക. ഞങ്ങളൊരു കൊച്ചു ഇടവകയാണ്. 150ഓളം കുടുംബങ്ങൾ വരുന്ന ഒരു ഇടവകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 10ൽ പഠിക്കുന്നത് 6-7 കുട്ടികളായിരിക്കും ഓരോ വർഷവും ഇങ്ങനെ പഠിച്ചു പോകുന്നത് 10ാം ക്ലാസ്സിൽ. അപ്പോൾ ബാക്കി വരുന്നതെല്ലാം തീർച്ചയായിട്ടും പുറത്തുനിന്നുള്ള, നമ്മളിപ്പോൾ ജാതി മത ഭേദമന്യേ ആരായാലും നമ്മളിപ്പോൾ ആദ്യം വരുന്നവർക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അവർ തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. കൂടുതലും പേര് പഠിക്കുന്നത് പുറത്തുള്ള ഔട്ട്സൈഡ് പിള്ളേർ തന്നെയാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ എൻട്രൻസിനായാലും അങ്ങനെ തന്നെ ഒത്തിരി ദൂരെ നിന്ന് വന്ന് പഠിക്കുന്നവരുമുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻസുമായിട്ടുള്ളവർ മാത്രമല്ല, വേറെ സമുദായത്തിലുള്ളവർ എല്ലാവരും. അങ്ങനെ നമ്മൾ അത് നോക്കിയിട്ടല്ല ഈ ഒരു സംരംഭം നടത്തുന്നത്. എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഇതൊരു പ്രയോജനം വരത്തക്ക രീതിയിലുള്ള ക്രമീകരണമാണ്, ക്ലാസ്സുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമാണോ നിങ്ങളിപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്? മറ്റെന്ത് മേഖലകളൊക്കെയാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, മറ്റ് മേഖലയിലും നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ തെളിയിക്കുന്നുണ്ട്. കാരണം നമ്മൾ വർഷം തോറും ഓർഫനേജ് സന്ദർശനം നടത്താറുണ്ട്. ഓർഫനേജ് സന്ദർശനത്തിൽ പോകുമ്പോൾ നമ്മൾ അവിടെയുള്ള കുട്ടികൾക്ക് നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്യാറുണ്ട്. അവർക്ക് വസ്ത്രങ്ങളായാലും ഫുഡായാലും നമ്മളാൽ കഴിയുന്ന അത്രയും നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ മാത്രമല്ല, ഓണാഘോഷം വരുമ്പോഴത്തേനും നമ്മൾ ഇതുപോലെ നമ്മുടെ പള്ളിയിലോ അല്ലെങ്കിൽ നമ്മുടെ സമീപ പ്രദേശത്തോ വളരെ പാവപ്പെട്ടവരായി കഴിയുന്ന ഫാമിലീസിനെ കണ്ടെത്തിയിട്ട് അവർക്ക് നമ്മളാൽ കഴിയുന്ന അത്രയും ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ മാത്രമല്ല, ആരെങ്കിലും രോഗികളായി കഴിയുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ നമ്മുടെ ഇടവികാരിയെ വിളിച്ചുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ക്രിസ്തീയ മൂല്യങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു നൽകാൻ അറിവിനൊപ്പം കാരുണ്യപ്രവൃത്തികൾക്കും ഇവർ മുൻതൂക്കം നൽകുന്നു. അതിനായി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾക്കാണ്. മാസം തോറും അല്ലാതെയുമുള്ള മെഡിക്കൽ ക്യാമ്പുകളിൽ ആതുര സേവനത്തിന് പരിശീലനം ലഭിച്ച സിസ്റ്റേഴ്സിൻ്റെ സേവനവും ഇവർക്ക് ലഭിക്കുന്നു. പാവപ്പെട്ട രോഗികളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായ സഹായവും ചികിത്സയും നൽകാൻ ഇവർ പരിശ്രമിക്കുന്നു.
കണ്ണറവളയിലുള്ള ഈ യുവജനങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ, അവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവർ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന സഹോദരന്മാരാണ്. പ്രത്യേകിച്ച് ഈ നാടിൻ്റെ മുഖം മാറ്റാനായി അവരെടുക്കുന്ന ഓരോ എഫേർട്ടും, അതിലും പ്രത്യേകിച്ച് പറഞ്ഞാൽ അവർ ചെയ്യുന്ന മെഡിക്കൽ ക്യാമ്പ്, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, അതുപോലെ ഡിഫറെൻറ്റ് പ്ലേസസിൽ അവർ പോയി അനാഥർക്കും പാവങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന അനേകം ദാനധർമ്മങ്ങളും സാമ്പത്തിക സഹായങ്ങളും, ഇങ്ങനെ സമഗ്രമായിട്ടുള്ള ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് അവർ വളരെയധികം സഹായങ്ങളും അവരുടെ സമ്പത്തും സമയവും ചെലവഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ യുവജനങ്ങൾ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും, അതായത് MBA, എൻജിനീയറിംഗ് എല്ലാം പാസ്സായി അവർ ഓരോ ജോലിയിൽ പ്രവേശിച്ചവരുമാണ്. എങ്കിലും തങ്ങൾക്ക് ലഭിച്ച അതേപോലുള്ള വിദ്യാഭ്യാസവും സമൂഹത്തിലെ ഉന്നതമായ ഒരു സ്ഥാനവും മറ്റുള്ളവർക്ക് നൽകണമെന്നുള്ള ആ ചിന്തയിൽ അക്ഷീണം പരിശ്രമിക്കുന്ന ഈ കുട്ടികളുടെ ഇങ്ങനെയുള്ള ഈ ചിന്താഗതിയെ തീർച്ചയായും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഇവരുടെ പ്രാർത്ഥനയിൽ ഊന്നിയ ഈ ജീവിതം, ദൈവത്തോട് ഒന്നു ചേർന്നിട്ടുള്ള ആ ജീവിതം, അങ്ങനെ സഹനത്തിൻ്റേതായ ഈശോയുടെ ആ സഹന ജീവിതത്തോട് ഒന്നു ചേർന്നുകൊണ്ട് ഈശോ കാണിച്ചു വന്ന ആ വഴിയിൽ കൂടി നടക്കുന്ന അവരുടെ ആ ജീവിതത്തെ എപ്പോഴും ഞാൻ അഭിനന്ദിക്കുകയും അതുപോലെ ഈ നാടിന് നന്മയ്ക്കായി അവർ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനത്തെ എപ്പോഴും അഭിനന്ദിച്ചുകൊണ്ടും അവരുടെ ജീവിതം ദൈവത്തിൻ്റെ കൃപയാൽ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. കണ്ണകുള ദേവാലയത്തിലെ യുവജനങ്ങൾ ഈ സമൂഹത്തിന് ഒത്തിരിയേറെ നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിലെ മനുഷ്യരെ ഒന്നായി കണ്ടുകൊണ്ട് അവർക്ക് ത്യാഗങ്ങൾ ചെയ്യുവാനും അവർക്ക് വേണ്ട ദാനധർമ്മങ്ങൾ ചെയ്യുവാനും നല്ല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അവർ ഒത്തിരിയേറെ നന്മ പ്രവർത്തികൾ കാഴ്ചവെക്കുന്നവരാണ്. അവിടെ പ്രവർത്തനങ്ങൾ വഴിയായി പല വിധത്തിലുള്ള വൃദ്ധസദനങ്ങൾ സന്ദർശിക്കുകയും പല വിധത്തിലുള്ള രോഗാവസ്ഥയിലുള്ളവരെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് വേണ്ട ദാനധർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് അവർ മനസ്സ് കാണിക്കുന്നു. നന്നായി പ്രവർത്തിക്കുവാൻ അവർ ഒത്തിരിയേറെ പ്രതിജ്ഞാബദ്ധയോടുകൂടി അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രവൃത്തിയിൽ മാത്രം വിശ്വസിക്കുന്നവരാണോ? എങ്ങനെയാണ് നിങ്ങളുടെ പ്രെയർ ലൈഫ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവജനങ്ങൾക്കും ഒരിക്കലും അവരുടെ സാമൂഹിക ജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ സാധിക്കില്ല. അവരുടെ ജീവിതത്തിൽ പ്രെയറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനായി ഞങ്ങൾ ചെയ്യുന്നത് മാതാവിൻ്റെ വണക്കമാസം തുടങ്ങുമ്പോഴത്തേനും എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ കുരിശടിയിൽ ഞങ്ങൾ ജപമാല ചെയ്യാറുണ്ട്. അതുപോലെ ജപമാല റാലികൾ സംഘടിപ്പിക്കാറുണ്ട്. രോഗികൾ കിടക്കുന്ന ഓരോരുത്തരുടെ വീട്ടിലും പോയി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ മാസം തേസ്യ പ്രാർത്ഥന, അത് പ്രത്യേകതരമായ ഒരു പ്രാർത്ഥനയാണ്. തോമസ് മൂർ ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾ, അതെല്ലാം നമ്മൾ വളരെ സജീവമായി എല്ലാ യുവജനങ്ങളും ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ജപമാല റാലികൾ ഞങ്ങൾ ഓരോ പള്ളികളിലും പോയി ചെയ്യാറുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ വിവാഹത്തിൻ്റെ കർമ്മങ്ങളിൽ പോയി കേറ്ററിംഗ് സർവീസ്. അപ്പോൾ ഞങ്ങളവിടെ ഒരു പ്രസൻറ്റ് കൂടെ നൽകുന്നുണ്ട്. അപ്പോൾ വെറുതെ എന്തെങ്കിലും കാണാൻ ഭംഗിയുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ അങ്ങനെയല്ല ഞങ്ങൾ നൽകുന്നത്. ബൈബിളും ജപമാലയാണ് ഞങ്ങൾ നൽകുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ മുന്നേറാനുള്ള പ്രാർത്ഥനാശക്തിയും ദൈവത്തിൻ്റെ വചനവുമാണ് നമ്മൾ അവർക്ക് നൽകുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇടവകയിൽ മാത്രമല്ല മറ്റ് സമൂഹങ്ങളിൽ കൂടെ പോയി പ്രാർത്ഥിക്കുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ധനസഹായങ്ങൾ നൽകുക. സാമ്പത്തികം മാത്രമല്ല, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പോയി ഞങ്ങളുടെ പ്രവൃത്തികളും ഞങ്ങളുടെ സാന്നിധ്യവും എല്ലായിടത്തും ഞങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രാർത്ഥനയ്ക്കും പഠനത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു വരികയാണ്. കാരണം നമ്മുടെ പണ്ട് മുതലേ ചെയ്തു വരുന്നതാണ്. എല്ലാ വർഷവും നമ്മൾ 1-2 തവണ ഏതെങ്കിലും ഒരു ഓർഫനേജ്, പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും ഓർഫനേജിൽ പോയിട്ട് നമുക്ക് അവർക്ക് സാമ്പത്തിക സഹായം, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഇടവകയിലുള്ള ആൾക്കാരിൽ നിന്നും അല്ലാതെ നമുക്ക് പരിചയത്തിലുള്ള ആൾക്കാരിൽ നിന്നൊക്കെ സാമ്പത്തികമായിട്ട് പിരിച്ചെടുത്ത് നമ്മൾ നല്ലൊരു എമൗണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ട് അവരോടൊപ്പം ഒരു ദിവസം നമ്മൾ കഴിച്ച് അവിടെ ചിലവഴിക്കുകയാണ് അവരോടൊപ്പം.
അത് പോയിട്ട് നമ്മുടെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ അവിടെ അവതരിപ്പിക്കുകയും അവരെ സന്തോഷിപ്പിക്കാനായിട്ട് അത്തരത്തിലുള്ള പ്രോഗ്രാംസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത മാസം തന്നെ ഒരു ഓർഫനേജിൽ പോകാനുള്ള പ്ലാനെല്ലാം ചെയ്ത് വച്ചിരിക്കുകയാണ്. അടുത്ത മാസം ഞങ്ങളത് വട്ടപ്പാറ ശാന്തി മന്ദിരം എന്ന് പറയുന്ന ഒരു ഓർഫനേജിൽ പോകാനാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭവനങ്ങളിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് പണികളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മളൊരു 2 വർഷം മുന്നേ നമ്മുടെ ഒരു വീട്ടിലെ പണി പൂർത്തിയാവായിരുന്ന വീട്ടിൽ നമ്മുടെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും കൂടി പോയി നിന്നിട്ട് അത് പണി ചെയ്തു കൊടുത്തു. അത് നമ്മുടെ എല്ലാ യുവജനങ്ങളും നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിലും ഒത്തിരി പേര് സാമ്പത്തികമായിട്ട് സഹായിച്ച ഒത്തിരി പേരുണ്ട്. നമ്മൾ നിന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്ത് അവർക്ക് കൊടുത്തു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ തന്നെ അവർ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ ഭർത്താവില്ല, 2 കൊച്ചു മക്കളാണുള്ളത്. അപ്പോൾ അവരെ ആ ഒരു വർഷത്തേക്ക് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു വർഷത്തേക്ക് അവരെ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും കൊടുക്കാനുള്ള ഒരു മേൽത്തോണം നമ്മൾ ഏറ്റെടുക്കുകയും അത് 1 വർഷം അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഗ്രാംസ് നമ്മൾ ചെയ്തു വരും. അതോടൊപ്പം തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, നമുക്കറിയാം ഇന്ന് രക്തത്തിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ തിരുനാളോടനുബന്ധിച്ച് നമ്മുടെ ഇടവക തിരുനാളോടനുബന്ധിച്ച് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തി കഴിഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് നടത്തിയത്. നമ്മൾ 32ഓളം പേര് ബ്ലഡ് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മളൊരു പ്ലാറ്റ്ഫോം രൂപീകരിക്കുകയും ആവശ്യമുള്ളവർക്ക് നമ്മളിപ്പോൾ ആരായാലും നമ്മളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന നമ്മളുണ്ടെങ്കിൽ നമ്മളത് ക്രമീകരിച്ച് കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബ്ലഡ് കൊടുക്കുന്നില്ലെങ്കിൽ ആണെങ്കിൽ നമ്മൾ പോയി ബ്ലഡ് കൊടുക്കുക. അങ്ങനെ ആ ഒരു സമ്പ്രദായം കൂടെ നമ്മൾ കീപ്പ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായമാണ് അല്ലെങ്കിൽ എന്ത് പ്രോത്സാഹനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റൂ. തീർച്ചയായും നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇടവക ജനങ്ങളിൽ നിന്നോ പുറത്തു നിന്നൊക്കെ വളരെ വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും കിട്ടിയിട്ടുള്ളതും. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് നമുക്ക് വീണ്ടും ഈ കാര്യങ്ങൾ ചെയ്യുവാനുള്ള നമുക്കൊത്തിരി സാമ്പത്തികമായി നമ്മളൊത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരൊക്കെയാണ് നമ്മൾ. എന്നാൽ തന്നെയും ഈ ഒരു സപ്പോർട്ടിൻ്റെ പുറത്താണ് നമ്മൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ കുറേയൊക്കെ സമയം കണ്ടുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വരികയും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ ഫലം നമുക്ക് ദൈവം തമ്പുരാൻ തരുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ നല്ലൊരു സപ്പോർട്ടാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ക്ലാസ് ആയാലും എൻട്രൻസിൻ്റെ ക്ലാസ്സിനൊക്കെ പുറത്തുനിന്ന് നല്ലൊരു സപ്പോർട്ടാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ചെറിയൊരു സഹായം ചോദിച്ചു പോയി കഴിഞ്ഞാലും നല്ലൊരു സപ്പോർട്ടാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെക്കുറിച്ച് നല്ലൊരു ഇമേജാണ് അവർക്ക് ഉള്ളത്. നമ്മളിന്ന് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് പറയാനുള്ളത് ഈ അവസരത്തിൽ. എങ്ങനെയായിരിക്കണം ഭാവി തലമുറ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? തീർച്ചയായും യുവാവായ ക്രിസ്തുവിനെയാണ് നമ്മൾ മാതൃകയായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. തികച്ചും ആത്മീയപരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്ക് ഇത്രത്തോളം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലെത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്നത്തെ സമൂഹം നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു ചിത്രീകരണമുണ്ട്. സോഷ്യൽ മീഡിയ അഡിക്ഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറയാണ് നമുക്കിന്നുള്ളത്. അപ്പോൾ അവരെ നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് നയിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മാതൃക നമുക്ക് പിൻചെന്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇടവകയിലുള്ള യുവാക്കളെ കൂട്ടി നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവർ തീർച്ചയായും ഇതിൻ്റെ സോഴ്സ് അന്വേഷിക്കും, ഇതിൻ്റെ സ്രോതസ്സ് തേടിയെത്തും. അപ്പോൾ സ്രോതസ്സ് തേടിയെത്തുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ യുവാവായ ക്രിസ്തുവിൻ്റെ മാതൃക പിൻചെന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ മാതൃകയായിക്കൊണ്ട് ക്രിസ്തുവിനെ മാതൃകയായിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നത് പോലെ അതുപോലെ അടുത്തൊരു യുവതലമുറയെ വാർത്തെടുക്കുക, അവർ വഴി സമൂഹത്തിന് വളരെയധികം നന്മ പ്രവർത്തികൾ ചെയ്യുക. ഇതുപോലെ വിദ്യാഭ്യാസ മേഖലയിലായാലും ബാക്കി എന്ത് മേഖലയിലായാലും സമൂഹത്തിന് വേണ്ട നല്ല പ്രവർത്തികൾ ചെയ്തു കൊടുക്കാൻ തക്കവിധം അവരെ പ്രാപ്തരാക്കുകയാണ് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയവരാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കരുണയുടെ കരങ്ങളുമായി ഈ യുവകൂട്ടായ്മ ഒരുമിച്ച് കൂടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തങ്ങൾ അനുഭവിക്കുന്നതായി ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു നാടിൻ്റെ പ്രകാശമായ യുവസമൂഹം
വിശുദ്ധമായ ചിന്തകളിലേക്കും നന്മ പ്രവൃത്തികളിലേക്കും കടന്നു വരുമ്പോൾ ആ നാട് അനുഗ്രഹീതമാകുമെന്ന ഉറപ്പാണ്. ദൈവേഷ്ടം നിറവേറ്റപ്പെടുമ്പോൾ ഇതുപോലുള്ള യുവ കൂട്ടായ്മകളും അനുഗ്രഹിക്കപ്പെടും.